ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകളും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫൈൻ ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുത്തറിയാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആൻഡ് റെജുവിനേഷൻ ആവാനും സ്കിന്നിന്റെ ടെക്സ്ചറൊക്കെ ഇല്ല ബാരിയർ ഒക്കെ നല്ലോണം ഇമ്പ്രൂവ് ആയി നല്ലൊരു ഭംഗി വരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ബൊട്ടോക്സ് ക്രീം നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് ക്രീം യൂസ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറയാം ഒപ്പം ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഞാനിപ്പോൾ ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ള ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കണേ മുന്നാണ് ട്രൈ ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് നല്ലോണം ഒരു മസാജ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ഫീച്ചേഴ്സ് ഒക്കെ അതായത് ഈ ഡബിൾ ചിന്നൊക്കെ ഇങ്ങനെ വരില്ലേ ഈ ഡബിൾ ചിൻ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഫേസ് ഒന്ന് ലിഫ്റ്റ് ആയ മാതിരി തോന്നിക്കും നമുക്ക് ഇവിടേക്ക് ഈ പോർഷനിൽ വരുന്ന നമ്മുടെ ഫൈൻ ലൈൻസ് ഒക്കെ നല്ലോണം തന്നെ റെഡ്യൂസ് ആവുന്നുണ്ട് പിന്നെ ഇത് 100% നാച്ചുറൽ ആണ് അപ്പോൾ എന്തായാലും നമുക്കിത് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് ബാക്കി വിശേഷമൊക്കെ പറയാം ഈ ഒരു ക്രീമിന്റെ വീഡിയോ കണ്ട വശം നിങ്ങൾ ട്രൈ ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും എല്ലാതും സ്യൂട്ട് ആവണമെന്നില്ല അതുകൊണ്ടാണ് ആദ്യം വേണ്ടത് തേങ്ങ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചിരകി ഇങ്ങനെ വലിയ കൊത്തില്ലാണ്ട് ചെറുതായിട്ട് ചിരകി എടുക്കുക അതായത് ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമുക്ക് ചെറുതായിട്ട് ചെറുകാൻ പറ്റില്ലേ അങ്ങനെ അത് നമുക്ക് ഏകദേശം 1 കപ്പ് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് വെറുതെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പൊ ഇങ്ങനെ പൊടിയാവും നമ്മളിങ്ങനെ ഉപ്പേരിക്കൊക്കെ അല്ലെങ്കിൽ തോരനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കില്ല അതുമാതിരി പൊടിയാവും ഇത് നമുക്കിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിന്റെ ഫ്രഷ് തേങ്ങാപ്പാല് മിൽക്ക് വരണം ആ ഒരു രീതിയിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുന്നു ഈ ഇൻഗ്രീഡിയന്റ് എല്ലാവർക്കും ചേരും ഇല്ലേന്ന് അറിയില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സ്യൂട്ടാണ് കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്രീം വലിയവർക്ക് നല്ലൊരു ബൊട്ടോക്സ് ക്രീം ആയിട്ട് ഇത് വർക്ക് ആവുന്നതാണ് ഇൻഗ്രീഡിയന്റും അപ്പോൾ അത് പക്ഷെ വലിയവർക്ക് ചിലർക്ക് ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നവര് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇത് സ്യൂട്ട് ആവണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം ഫ്ലാക്സ് സീഡ് ജെല്ല് അപ്പൊ ഞാൻ ആദ്യം കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ മിക്സ് ഉണ്ടല്ലോ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് 2 ആഴ്ചക്കുള്ള ക്രീമാണ് കിട്ടുക ഇത് അമ്മൂന് ഇട്ടെടുത്തപ്പോൾ ഭയങ്കര വർക്കായിരുന്നു കാരണം അവൾക്ക് കണ്ണിന്റെ കറുപ്പ് അവൾക്ക് ജനറ്റിക് ആയിട്ട് ഉണ്ട് അത് പക്ഷേ അവളിങ്ങനെ ഈവനിങ്ങിൽ വരുമ്പോൾ ഞാനിങ്ങനെ ആ ഫേസിൽ കുറച്ച് നേരം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ചെയ്തപ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ സ്കിന്ന് ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് ലൈറ്റനായി ഒക്കെ കുറേ ഇങ്ങനെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടോ ആരും നിർബന്ധിക്കണില്ല കുഞ്ഞുങ്ങളുടെ ഫെയർനെസ്സിനെ പ്രോത്സാഹിപ്പിക്കണില്ല ഇതൊരു ഫെയർനെസ് ക്രീം അല്ല ഫെയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോയിങ് അതുപോലെ തന്നെ നമുക്ക് ടാൻ അടിച്ചിരിക്കുന്ന സ്കിന്ന് നല്ലൊരു ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലുള്ളതാണ് ഭയങ്കര സ്മൂത്ത് ആവും വലിയവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഇത് നല്ലൊരു ബൊട്ടോക്സ് ക്രീം നമുക്ക് കുളിക്കണേ മുന്നേ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒരു മസാജ് ഒക്കെ കൊടുത്താൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചും നമുക്ക് യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടും റിങ്കിൾസും കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഇങ്ങനെ തുണിയിൽ പിഴിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു പിന്നെ നല്ലൊരു കുങ്കുമപ്പൂ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഈ ഒരു ബ്രാൻഡിന്റെയാണ് ഇതിന്റെ ഇതിന്റെ ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം എന്താ പറയുക ഞാൻ പല ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ളത് ഒരു 3 നുള്ളാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ കുറച്ച് മുന്നേ ഇട്ട് വെച്ചിട്ട് നമ്മളിത് ക്രീം ആവണേ മുന്നേ കുറച്ചേരം ഇതിങ്ങനെ തേങ്ങാപ്പാൽ ഇട്ട് വെച്ചാലേ അതിങ്ങനെ ഇരുന്ന് മെൽറ്റായി സെറ്റ് ആവും ഇപ്പോൾ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് നേരെ ക്രീമാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിങ്ങനെ മെൽറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് അതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് കുറച്ചേരം ഒന്ന് അലിയാൻ വേണ്ടി വെച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ക്രീം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഇരുന്ന് സെറ്റ് ആവും അപ്പൊ ഞാൻ ഇതിലേക്ക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല്ല് ചേർക്കാം ഞാനിവിടെ അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട് ഒരു ബേസിന് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഓയിലി പോലത്തെ ടൈപ്പ് സ്കിൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്നോണ്ടും ഞാനിത് എന്താ പറയുക ഇങ്ങനെ ഒരു അലോവേര ജെല്ല് ഒരു ടീസ്പൂൺ വലിയൊരു സ്പൂൺ അടുത്തേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിത് നേരെ നമുക്കൊരു ബീറ്റർ പോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാനും മതി അപ്പൊ നമുക്ക് നല്ലൊരു തിക്ക് ക്രീമായിട്ട് കിട്ടും ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു ജാറിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ വെക്കുക 2 ആഴ്ചക്കുള്ളത് മതി ആ വെള്ളം ചേർക്കാത്തത് ശ്രദ്ധിക്കണം കാരണം തീരെ വെള്ളം ചേർക്കരുത് എന്നാലും നമുക്ക് ഗുണം കിട്ടുള്ളൂ ഇത് നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ കുളിക്കണേ മുന്നേ അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മസാജും കൊടുക്കാം അപ്പൊ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു സംഭവം ഇവിടെ സെറ്റ് ആണ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി തിക്കാവും പിന്നെ ഇതിലത്തെ കുങ്കുമപ്പൂ നമ്മൾ
ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഒന്ന് മാറും. ഇപ്പൊ ഇതൊരു വൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്, കുങ്കുമപ്പൂ ഒന്ന് മെൽട്ടായി വരണേ ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു യെല്ലോ കളറായിട്ട് കുറച്ചൊന്ന് മാറും കേട്ടോ. കാരണം കുങ്കുമപ്പൂവിന്റെ കളർ കുറച്ചുകൂടി നല്ല യെല്ലോ ആണ്, അപ്പൊ അതങ്ങനെ മാറും. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യണത് നമ്മൾ കുളിക്കാൻ പോണേക്കാളും കുറച്ച് മുന്നേ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കോക്കനട്ട് മിൽക്ക്, അതായത് തേങ്ങാപ്പാലാണ്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് നമ്മൾ എടുക്കണം കോക്കനട്ട് മിൽക്ക്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കാം. അവരുടെ ഫേസ് ഭയങ്കര ഫീച്ചേഴ്സ് ഒക്കെ എടുത്തറിയാനല്ല, സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആവും. എന്തെങ്കിലും കരിവാളിപ്പും അതായത് ടാൻ മീൻസ് കരിവാളിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും, പിന്നെ അവരുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാന്തേക്കോറൊക്കെ ചെയ്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് മാറി നല്ല തിളക്കം, അതായത് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്കിന്ന് നല്ല സപ്പിൾ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഗ്ലോ ഉണ്ടാവില്ല, അത് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അവർ സ്കൂളിലൊക്കെ പോയി ഇപ്പോൾ എൻ്റെ മുട്ടിയുടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന്, അതായത് ബോഡിയുടെ താഴത്തേക്ക് കാലൊക്കെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആണ്, പക്ഷെ ഫേസിലേക്ക് വരുമ്പോൾ ടാൻ അടിച്ച് ഭയങ്കര വ്യത്യാസമാണ്. അത് ശരിക്കും അറിയാൻ പറ്റൂട്ടോ അവൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അവര് കൂടുതലായിട്ട് വെയിലത്ത് ഇറങ്ങി കഴിയുമ്പോൾ അവർ ശ്രദ്ധിക്കണില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. അവർക്ക് ഇപ്പോൾ അതിന്റെ ഒരു ഇതൊന്നല്ല, ഒരു കളിക്കണ പ്രായമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അവർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കാം, അവർ വീട്ടിലൊക്കെ ഉള്ള ദിവസങ്ങളിൽ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നല്ലൊരു മസാജിങ് ടെക്നിക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുളിക്കാൻ പോണേക്കാളും മുന്നേ ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. നല്ലൊരു കുങ്കുമപ്പൂവ് നോക്കി മേടിക്കുക. അത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി കിട്ടും. ഓൺലൈൻ വഴി ഞാൻ മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഒരു 25+ കഴിഞ്ഞാലൊക്കെ നമ്മുടെ സ്കിന്നിൽ അറിയാതെ നമ്മൾ കാണാത്ത പോലത്തെ തന്നെ ചെറിയ ഫൈൻ ലൈൻസും കുഞ്ഞു റിങ്കിൾസ് ഒക്കെ വരും. അപ്പൊ തുടങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു റിങ്കിൾസിനെ പ്രിവെന്റ് ചെയ്യാനും സ്കിന്നിനെ കുറച്ചും കൂടി ചെറുപ്പാക്കാനുള്ള ക്രീമൊക്കെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആന്റി റിങ്കിൾ ക്രീമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു മസാജിങ് ടെക്നിക്സ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതായത് നമ്മുടെ സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് നല്ല ഷാർപ്പായിട്ട് തോന്നിക്കണതും, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക സ്കിൻ ഇങ്ങനെ സാഗ് ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് കുറയ്ക്കും. പിന്നെ നമുക്ക് കണ്ണിന് ചുറ്റിട്ട് കൊടുക്കാം, അതും നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റാണ്. അതേപോലെ നമ്മുടെ ഫേസ് മൊത്തത്തിൽ നല്ല ഗ്ലോ ആയിരിക്കും. അതുപോലെ നമുക്ക് ബേബി സ്കിന്നായിട്ട് നമുക്ക് ഭയങ്കര സപ്പിൾഡ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നേരം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജിങ് ടെക്നിക്സ് നമ്മൾ ചെയ്യുക. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല എഫക്റ്റീവ് ആയത്. അത് നിങ്ങൾക്ക് ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല എഫക്റ്റീവ് ആയിട്ട് അത് നമുക്കിങ്ങനെ നമ്മുടെ ജോ ലൈൻസ് ഒക്കെ നല്ല ഷാർപ്പ് ആവാനും ഡബിൾ ചിന്ന് കുറയ്ക്കാനൊക്കെ അതൊന്ന് ഒരു അരമണിക്കൂർ നമ്മളിത് ഫേസിൽ വെക്കണം. പിന്നെ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യണത്. ഇനി ഇത് ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് നമ്മൾ കുളിക്കുമ്പോൾ, പലരും കുളിക്കുമ്പോൾ ഇങ്ങനെ കുളിക്കണതിൻ്റെ ഒപ്പം എന്താണോ തേക്കണത് അതും മുഖത്ത് തേച്ച് കുളിക്കണതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട്, ഞാനൊക്കെ അങ്ങനെ കേട്ടോ, കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്താണോ ഫേസിലേക്ക്, ഇപ്പോൾ ഫേസ് വാഷ് ഉണ്ട്, അപ്പോൾ അതിട്ടിട്ട് വാഷ് ചെയ്തിട്ട് ബാക്കി സ്കിൻ കെയർ ഫേസിൻ്റെ ചെയ്യും. കുളിക്കുമ്പോൾ വെറുതെ ഫേസ് വെറുതെ നനയ്ക്കും, പക്ഷെ അങ്ങനെ അവിടെ ഇരിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ എന്താ അത് വെച്ച് നമ്മൾ കഴുകില്ല. നമ്മൾ ഫേസിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ഇട്ട് കഴുകി നമ്മൾ സെറ്റാക്കും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്ന പോലെ തന്നെ ഇത് കുരു ഭയങ്കരമായിട്ട് വരാൻ ടെൻഡൻസി ഉള്ളവർ ഒന്നും ഇത് ട്രൈ ചെയ്യരുത്. കാരണം ഇത് തേങ്ങാപ്പാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ഓയിലി മാതിരി ഉണ്ടാവും. പക്ഷെ പ്രശ്നമില്ല, വളരെ ഇഫക്റ്റീവാണ് ഈ തേങ്ങാപ്പാലൊക്കെ. പണ്ട് കാലം മുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടും അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ്, ഓയിലി സ്കിൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടും പലർക്കും ഈ കാര്യം അലർജി ഉണ്ടാവും. അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം, കേട്ടപടി എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് 2-3 ദിവസമൊക്കെ ഈ ഒരു പോർഷനിൽ മാത്രമൊക്കെ ഇട്ട് നോക്കുക. പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കാം, അതും ഭയങ്കര നല്ലതാണ്. ബൊട്ടോക്സ് ക്രീമിൻ്റെ ആ ഒരു ഗുണം ചെയ്യണതാ. പക്ഷെ ഏറ്റവും പ്യുവറായിട്ട് അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത്, പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതൽ തേങ്ങാപ്പാലിലാണ്. പക്ഷേ പലർക്കും അലർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജെൽ ടൈപ്പ് ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും 2 months ഒക്കെ ട്രൈ ചെയ്തിട്ട് എക്സ്പീരിയൻസ് എന്തായാലും പറയാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.